മൗണ്ട് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനുള്ളത് പാലക്കാട് നിന്ന് മാറി നമ്മുടെയൊക്കെ ഫുട്ബോളിൻ്റെ നാടായ മലപ്പുറത്താണ്. അപ്പോൾ മലപ്പുറത്ത് മഞ്ചേരിയിലുള്ള യൂണിറ്റി ഹിൽസിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഞങ്ങൾ രാവിലെ ഏകദേശം എത്ര മണിക്ക് പോകുന്നത്? 3 മണിക്കോ? വെളുപ്പിന് 3 മണിക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് ഇവിടെ 5:30 എത്തി. പിന്നെ അപ്പോൾ കാണിക്കാഞ്ഞ മൊത്തം ഇരുട്ടായിരുന്നു, അതുകൊണ്ടാണ് ഒന്നും കാണിക്കാഞ്ഞത്. ഇപ്പോൾ സമയം ഏകദേശം 7 മണി ഇപ്പോൾ ആൾക്കാരെ കയറി വരുന്നുണ്ട്, കുറേ പേര് വരുന്നുണ്ട് കയറാനൊക്കെ ആയിട്ട്. പിന്നെ താഴെ ജോഗിങ് അതിൻ്റെ എക്സസൈസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. താഴെ ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ താഴെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ബാക്കിൽ കുറേ മലകൾ കാണാം. ഇതിൽ ടോപ്പ് വ്യൂ നമുക്ക് മേളിൽ ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ മല മൊത്തം കോട കയറി അടിപൊളി നല്ല വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് മേളിൽ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഞങ്ങൾ 5:30 എത്തുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ ഇവിടെ കുറേ പേര് എത്തിയിട്ടുണ്ടല്ലേ. വണ്ടികളൊക്കെ കുറേ ഇരിക്കുന്ന കാണാം. ഈ തിരക്കല്ല, കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ 6 മണി ആ ടൈമിലാണെന്ന് തോന്നുന്നു മേളിൽ നല്ല കോടയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്, അറിയത്തില്ല. പിന്നെ ബാക്കിൽ നമ്മുടെ ആശാന്മാരുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്നുള്ളത്. അവരോടൊപ്പമാണ് നമ്മൾ വന്നേക്കുന്നത്. നമുക്ക് മേളിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിയിരുന്നത് കാണാം. രാവിലെ കയറിയവരാന്ന് തോന്നുന്നു. പിന്നെ താഴെ ഒരു ചേട്ടായി സ്റ്റണ്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടല്ലേ ഇവിടെ നടക്കാൻ പറ്റിയ നല്ല വഴികളൊക്കെ ഉണ്ട്. സുഖമായിട്ട് നടക്കാൻ പറ്റിയ അടിപൊളി വഴികളൊക്കെ ഉണ്ട്. ആൾക്കാർ നടന്ന് നല്ല വഴികളൊക്കെ ആയിട്ടുണ്ട്. അത് അവർ മേളിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ടല്ലേ. ഇങ്ങോട്ടൊരു വഴി ആണെന്നുണ്ട്, ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. മേളിലേക്കുള്ള വഴിയാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇതേപോലെ കിടന്ന ഏരിയ ആണ് ഈ ഇങ്ങനെ 2 സൈഡ് ഇങ്ങനെ വെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്കൊന്ന് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് അവരാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ താഴത്തെ ആ കോൺട്രാക്ട് അത് കൺസ്ട്രക്ഷൻ കമ്പനി അവരുടെ ഇല്ലേ, അവർ ആക്കിയിരിക്കുന്നതായിരിക്കും. ഇങ്ങനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടിടാൻ വേണ്ടി, അറിയത്തില്ല. എന്തായാലും നമുക്ക് മേളിൽ പോയി നോക്കി നോക്കാം. നല്ല നല്ല പുല്ല് അടിപൊളിയാണ് കാണാൻ. രാവിലെ ഞങ്ങൾ വരുന്ന വഴിക്ക് അവർ പറഞ്ഞത് കയറി പറഞ്ഞത് രാവിലെ കയറിയായിരുന്നെങ്കിൽ നല്ല കോട കാണാമെന്നാണ് പറഞ്ഞത്. പിന്നെ മേളിൽ ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ടാണ് അവർ പറഞ്ഞത്. സംബന്ധം അടിപൊളിയായില്ലേ. നല്ല പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകാൻ അടിപൊളിയാണ്. നോക്കിയേ, മൊത്തം പുല്ല്. പിന്നെ അവിടെ കുറേ മലകളൊക്കെ കാണാം, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ കുറേ വീടുകളൊക്കെ കാണാം ആ മലയുടെ ആ സൈഡിലായിട്ട്. കോട കയറിയാണ്ട് വിസിബിലിറ്റി അത്രയ്ക്ക് ക്ലാരിറ്റി ഇല്ല, എന്നാലും കുഴപ്പമില്ല. കുറേ ഒരു 8 മണി ഒരു 9 മണി ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും ശരിയാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെ കുറേ തെങ്ങുകളൊക്കെ നിൽക്കുന്ന കാണാം. ഞാൻ കൈ കൊണ്ടേക്കുന്നില്ലേ, അവിടെ മൊത്തം തെങ്ങുകളാണ്. ഒരു ക്ലോസപ്പ് ഞാൻ കാണിച്ചു തരാം. പിന്നെ മൊത്തം ഇത് കൂട്ട് പുല്ലാണ് മേളിലൊക്കെ. ഇതിൻ്റെ മേളിൽ നോക്കാം, കണ്ടില്ലേ, മൊത്തം തെങ്ങുകളാണ്. ആ ഒരു ഏരിയ മൊത്തം തെങ്ങുകളാണ്. പിന്നെ അവിടെ മണ്ണിടിയാനിക്കാന്ന് തോന്നുന്നു, കെട്ടി പൊക്കിയിട്ടുണ്ട്. സംബന്ധം അടിപൊളിയാണ്. സാധാരണ റബ്ബറാണ് ഇങ്ങനെ തട്ടുകെട്ടായിട്ട് വെക്കാറ്, പക്ഷേ ഇവിടെ തെങ്ങാണ് തട്ടുകെട്ടായിട്ട് ഇരിക്കുന്നത്. സംഭവം അടിപൊളിയായി കാണാൻ, അടിപൊളിയാണ്. പിന്നെ അപ്പുറത്ത് നല്ല കുറേ വീടുകളൊക്കെ കാണാം. പിന്നെ അതിൻ്റെ മേളിലായിട്ടൊരു വലിയൊരു കോളേജ് തോന്നുന്നു. MS ഒന്നുമല്ല. നമ്മളങ്ങനെ ആ സൈഡിലെ വ്യൂ കണ്ട് കഴിഞ്ഞ് മേളിലേക്ക് കയറുകയാണ്. അപ്പോൾ കേട്ടോ, മേലെ കുത്തുന്ന കയറ്റാണ്. ഓക്കെ, എന്തായാലും പിന്നെ വരുന്ന വഴിക്ക് അവിടെ ഒരു സൺറൈസ് കണ്ടു. പക്ഷേ അത് പെട്ടെന്ന് അങ്ങോട്ട് മാഞ്ഞു. ക്യാമറ ലെൻസ് മാറ്റി മറ്റെടുക്കുക, ലോങ് ഇട്ട് പെട്ടെന്ന് എടുക്കാൻ പോയപ്പോഴത്തേനും പെട്ടെന്ന് മേഘത്തിലേക്ക് അത് മാഞ്ഞു പോയി, എടുക്കാൻ പറ്റിയില്ല. പിന്നെ വരുന്ന വഴിക്ക് അവളൊരു ചേച്ചി കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു, മക്കളെ രാവിലെ 6 മണിക്ക് എത്തിയാലും എല്ലാം കാണാൻ പറ്റുള്ളൂ, നിങ്ങൾ ഇപ്പോൾ മുറി എന്നെ കാണാമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇനി എല്ലാം കാണാനുണ്ടെന്ന് അറിയത്തില്ല. നോക്കി അവിടെ കുറേ ചേട്ടന്മാർ നിൽക്കുന്നതാണോ. അവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ടെൻ്റ് ഉണ്ടോ? അവിടെ ടെൻ്റൊക്കെ അടിച്ച് നിൽപ്പുണ്ട് ആൾക്കാർ. ഇവിടെ വേറെ ചേട്ടന്മാരുണ്ട്, ഇവരിവിടെ തന്നെയുള്ള ആൾക്കാരാണ്. ഇവരാണ് പറഞ്ഞത് ഇപ്പോൾ രാവിലെ 6 മണി ആ ടൈമിൽ എത്തണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് മിസ്സായി, എല്ലാവർക്കും മിസ്സായി. ഇന്ന് പിന്നെ കാലാവസ്ഥ ശരിയല്ലാന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞത്. രാവിലെ മഞ്ഞ് ഉണ്ടായിരുന്നില്ല. അവിടെ ആൾക്കാരോട് പറഞ്ഞാണ്. പിന്നെ എന്തായാലും നമുക്ക് ചാൻസ് കിട്ടിയില്ല, ഇനി ഒരു വട്ടം നോക്കാം. എന്തായാലും മൊത്തം വ്യൂ ഞാനൊന്ന് കാണിച്ചു തരാം. രാവിലെ 6 മണിക്ക് എത്തണം, എന്നാലേ കാര്യമുള്ളൂ. എന്നാലും നമ്മുടെ മഞ്ഞൊക്കെ കാണത്തുള്ളൂ. നമ്മുടെ മീശപ്പുലിമലയില്ലേ, ആ ഒരു മലയുടെ മേളിൽ നിൽക്കുമ്പോൾ ടോപ്പ് മൊത്തം മഞ്ഞ് നിൽക്കില്ലേ, ആ ഒരു ഇത് കാണണമെങ്കിൽ രാവിലെ 6 മണിക്ക് വരണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇത് അവർ ടെൻ്റൊക്കെ അടിച്ചിട്ട് സെറ്റാണ്. ഇവിടെ ഭക്ഷണമൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചിരിക്കുകയാണ് അവർ. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ മങ്കടമല പോയ ആ ഒരു സ്ഥലത്തെ അതേപോലെയാണ്. ഇല്ല സൈഡിൽ മറ്റേ പുല്ല് ഒന്ന് ഉണങ്ങിയിട്ടില്ല, പക്ഷെ അവിടുത്തെ ഉണങ്ങിയായിരുന്നു ആ ഒരു ഇത്.
പിന്നെ അങ്ങനെ നമ്മൾ ഈ മലയുടെ അറ്റത്തേക്ക് വരികയാണ്. അറ്റത്തേക്ക് വന്നപ്പോൾ ഉള്ള കാഴ്ച എന്ന് പറയുന്നതാണ് കുറേ ബിൽഡിങ്ങുകൾ കാണാം, കുറേ തെങ്ങുകൾ നിന്നേക്കുന്ന കാണാം. പിന്നെ ആ ഒരു സൈഡിൽ അതൊരു കോളേജാണ്. നമ്മുടെ ഈ വരുന്ന വഴിക്ക് യൂണിറ്റി കോളേജ് എന്ന് പറഞ്ഞ കോളേജുണ്ട്, അതാണ് തോന്നുന്നു ആ നിൽക്കുന്നത്. നിഷാദൊക്കെ എടുത്ത കുറേ വീഡിയോസ് ഉണ്ടാകും, അതെന്തായാലും നമുക്ക് വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ടാറ്റ. ഞാൻ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളിവിടെ മലപ്പുറത്തെ മഞ്ചേരിയിലെ ഈ യൂണിറ്റി ഹിൽസ് കാണാൻ വന്നത്. പക്ഷേ വന്നപ്പോൾ അതിൽ കണ്ട പോലെ ഒന്നുമല്ല, വലിയൊരു ഇതില്ല. കാരണം ഇവിടെ വരാൻ പറ്റിയ സീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ മഴ പെയ്ത് പിറ്റേ ദിവസം വരാൻ നല്ല കോട ഉണ്ടാകുമെന്ന് പറഞ്ഞത്. പിന്നെ നല്ല മഞ്ഞുള്ള സമയത്ത് ഞങ്ങൾക്ക് നല്ല രസമുണ്ടാകും കാണാൻ. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ ആ ഒരു ഇത് കണ്ടില്ലേ, പോർട്രേറ്റ് മോഡ് എടുത്തൊക്കെ വീഡിയോ കണ്ടില്ലേ, അതിൻ്റെ വിഷ്വൽസാണ്. അപ്പോൾ
അപ്പോൾ എന്തായാലും അതിൽ ഫോണെടുത്ത ആ വീഡിയോ നമുക്ക് ഇഷ്ടമായി. നമ്മുടെ ജിൻഷാദൊക്കെ എടുത്ത നല്ല വീഡിയോ, അടിപൊളി സെറ്റപ്പ് വീഡിയോ ആയിരുന്നു. എന്താ അതേപോലത്തെ ഒരു ഏരിയ ആയിരുന്നു, പക്ഷേ നമുക്ക് എന്തായാലും കാണാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾ ഇനി വരുമ്പോൾ അതൊക്കെ ആ ഒരു ടൈമൊക്കെ നോക്കി, ആ സമയമൊക്കെ നോക്കി കണ്ടും വരിക. അപ്പോൾ എന്തായാലും ഈ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്നവരെല്ലാവരും ബൈ.